+1 കോമേഴ്സ് ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 8 ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഇങ്ങനൊരു ചാനൽ ഉള്ളതായിട്ട് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. എക്സാംസിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾക്ക് ഇനി അധികം സമയം വരും. ഓക്കെ, അപ്പം നോക്കിക്കേ, ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൽ ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കും അല്ലേ? അപ്പം ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ അതിനൊക്കെ പൈസ വേണം അല്ലേ? ആ ഒരു ഫിനാൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. The business finance is concerned with the acquisition and utilization of capital to carry out various business activities of an organization. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇനിഷ്യൽ മണി അല്ലേ? അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യാപിറ്റൽ. അതും എങ്ങനെയാണ്? അക്വിസിഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ടു ക്യാരി ഔട്ട് വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇപ്പം നമ്മുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഓണർ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണർ എന്ന് പറയുന്ന ആ വ്യക്തി തരുന്ന ആ ഒരു പൈസ വെച്ച് മാത്രം നമുക്ക് മുന്നോട്ടൊരു ബിസിനസ് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? ഇല്ല. നമുക്കതല്ലാതെ വേറെ ഫണ്ടും അല്ലെങ്കിൽ വേറെ സോഴ്സസും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, ദി ഇനീഷ്യൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓൺടർപ്രന്യൂർ ഇസ് നോട്ട് ഓൾവേസ് സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ ബിസിനസ് അല്ലേ? ഫിനാൻഷ്യൽ നീഡ്സ് നമുക്ക് ആ ഒരു വ്യക്തി തരുന്ന, ആ ഒരു ഓൺടർപ്രന്യൂർ തരുന്ന ഒരു എമൗണ്ട് വെച്ച് മാത്രം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ബിസിനസ് finance may be defined as planning, raising, managing and controlling all types of funds need for a business. അല്ലെ? ഒരു ബിസിനസ്സിന് വേണ്ടി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ് ഫിനാൻസ് വേണം? അതിൻ്റെ പ്ലാനിങ്, റേസിങ്, മാനേജിങ്, പിന്നെ അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് ആ ഒരു ഹോൾ പ്രോസസ്സിനെയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുവാണെങ്കിൽ ഇതാണ് നിങ്ങൾ ഡെഫിനിഷൻ എഴുതേണ്ടത്. അല്ലാതെ നോർമലി വാട്ട് ഇസ് ബിസിനസ് ഫിനാൻസ് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, നേച്ചർ ഓഫ് ബിസിനസ് ഫിനാൻസ്. ഇപ്പം നമ്മൾ ബിസിനസ് ഫിനാൻസിൻ്റെ നേച്ചർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഫിനാൻസ് ഇസ് റിക്വയർഡ് ടു കമൻസ് ആൻഡ് ക്യാരി ഓൺ ബിസിനസ്. ഒരു ബിസിനസ് നടത്താൻ വേണ്ടി നമുക്ക് പൈസ വളരെ അത്യാവശ്യമാണ്. നോ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ക്യാൻ ടേക്ക് പ്ലേസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് ഫിനാൻസ്. ഫിനാൻസ് ഇല്ലാതെ നമുക്കൊരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും വരില്ല അല്ലേ? നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മണി ഇല്ലാത്ത ഒരു ബിസിനസ്സിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ല. ദ ലാർജർ ദ സൈസ് ഓഫ് ബിസിനസ് ദ ലാർജർ വിൽ ബി ദ ഫിനാൻസ് റിക്വയർഡ്. എന്തുമാത്രം വലിയ ബിസിനസ് ആണോ അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് നമ്മുടെ കയ്യിലുണ്ടാവണം. നോ ബിസിനസ് ആക്ടിവിറ്റി ഈസ് പോസിബിൾ വിത്തൗട്ട് ഫിനാൻസ്. അപ്പോൾ ഫിനാൻസ് ഇല്ലാതെ നമുക്ക് ഒരു ബിസിനസ് ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിനകത്ത് നേച്ചർ ഓഫ് ബിസിനസ് ഫിനാൻസിൽ 7 പോയിന്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, നെസസറി ഫോർ ഓൾ ബിസിനസ് അല്ലെ? എല്ലാ ബിസിനസ്സിനും ഈ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് ആവശ്യമാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. എങ്ങനത്തെ ബിസിനസ്, എന്തുമാത്രം വലിയ ബിസിനസ് ആണോ ചെറിയ ബിസിനസ് ആണോ എന്ന തരത്തിലായിരിക്കും ബിസിനസ് ഫിനാൻസിന്റെ നീഡ് അവിടെ വരുന്നത്. ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്സ് ഓഫ് ഫണ്ട്. അതിപ്പം നമ്മുടെ എന്താണ് ഓൺടർപ്രന്യറിന്റെ കയ്യിൽ നിന്ന് ഇടുന്ന ഓണറിന്റെ ഫണ്ട് ആയിക്കോട്ടെ, അതല്ലാതെ നമ്മൾ കടം വാങ്ങിച്ച ബോറോഡ് ഫണ്ട് ആയിക്കോട്ടെ, എല്ലാ ടൈപ്സ് ഓഫ് ഫണ്ടും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. റിക്വയർഡ് ആണ് കണ്ടിന്യൂസ് ബേസിസ്. ഇന്ന് എനിക്ക് പൈസ കിട്ടി, നാളെ എനിക്ക് പൈസ കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. നമുക്കതൊരു പ്രോസസ്സാണ്, ഒരു ലോങ് പ്രോസസ്സാണ്. അതിന് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു ഫിനാൻസ് നമുക്ക് കീപ്പ് ചെയ്യണം അല്ലെ? ഇതൊരു വൈഡർ ടേം ആണ്. ഫ്ലക്ച്വേറ്റിംഗ് ഇൻ നേച്ചർ. ഇത് ചിലപ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടാം, ചിലപ്പോൾ ലോസ് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ കാണും, ചിലപ്പോൾ പൈസ കാണത്തില്ല എന്ന ആ ഒരു ഫ്ലക്ച്വേഷൻ ഇവിടെ നമ്മൾ കാണും. ഇപ്പോൾ ബിസിനസ് ഫിനാൻസിന്റെ കേസിൽ 7ാമത്തെയാണ് ഡിറ്റർമൈൻസ് ദ സൈസ് ഓഫ് ദ ബിസിനസ്. അപ്പം ഇതിൽ നിന്ന് ബിസിനസ് ഫിനാൻസിന്റെ ആ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് എന്തുമാത്രം വലിയ ബിസിനസ് ആണോ ചെറിയ ബിസിനസ് ആണോ എന്ന കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അടുത്താണ് ബിസിനസ് ഫിനാൻസ് ഹാസ് ദ ഫോളോയിങ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ബിസിനസ് ഫിനാൻസിന് കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. എസെൻഷ്യൽ ഇൻ ഓൾ ബിസിനസ് അല്ലെ? എല്ലാ ബിസിനസ്സിനും ഇത് ആവശ്യമാണ്. നീഡഡ് എവ്രിവെയർ, എല്ലായിടത്തും ഇത് ആവശ്യമുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്സ് ഓഫ് ഫണ്ട്. എല്ലാ ഫണ്ടും അല്ലെ? എല്ലാ ടൈപ്സ് ഓഫ് ഫണ്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് വൈഡർ ടേം ആണെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, അപ്പം ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഒരു ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങി ഓടാനായിട്ട് തോന്നും. പക്ഷെ ഓടരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടേബിൾ ഒന്ന് നോക്കണം. ആ ടേബിളിൽ നോക്കി ഒന്ന് പേടിപ്പിക്കാം. നമുക്ക് നോക്കാം. സോഴ്സ് ഓഫ് ഫണ്ട് ക്ലാസിഫിക്കേഷന് താഴോട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ്, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ. അപ്പം ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പീരീഡിലായിരിക്കും. അപ്പം ഈ താഴെ തന്നിരിക്കുന്ന ലോങ് ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്നതിൻ്റെ ഉള്ളിലുള്ള സംഭവം എന്ന് പറയുന്നത് ബാക്കി എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. നോക്കി, ഇവിടെ ഇക്വിറ്റി ഷെയർ ഉണ്ട്, ഇപ്പുറത്തും ഇക്വിറ്റി ഷെയർ ഉണ്ട്, അപ്പുറത്തും ഇക്വിറ്റി ഷെയർ ഉണ്ട് അല്ലേ? അപ്പം ഇക്വിറ്റി ഷെയർ എന്താണെന്ന് ഒറ്റ തവണ പഠിച്ചാൽ മതി. ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ടേബിൾ നിങ്ങൾ
പഠിച്ച് സെറ്റാണ്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് ഉണ്ട്, ഓണർഷിപ്പ് ഉണ്ട്, സോഴ്സ് ഓഫ് ജനറേഷൻ ഉണ്ട്, അത് നമ്മൾ കണ്ടു. അപ്പം അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ്, പീരീഡിന്റെ ബേസിലാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു, 3ആയിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്, ലോങ്, മീഡിയം, ഷോർട്ട്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് ദ ടൈം, അതിന്റെ ഒരു ടൈം ഫ്രെയിം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലോങ് ടേം ഫിനാൻസ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ലോങ് ടേം ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടി നമുക്ക് ഫിനാൻസ് ആവശ്യമുണ്ട്. അത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും? ഇൻവെസ്റ്റഡ് ദ ബിസിനസ് ഫോർ എ ലോങ് പീരീഡ്, സേ ഫോർ എ പീരീഡ് ഓവർ 5 years. ഇവിടെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്, 5 വർഷത്തിൽ കൂടുതൽ എന്ന് പറയുന്നതിനാണ് ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. പീരീഡ് ഓവർ 5 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സച്ച് ഫിനാൻസ്, അപ്പൊ ലോങ് ടേമിന്റെ സൈഡിൽ ഓവർ 5 years എന്ന് എഴുതി വെച്ചോ, ടെക്സ്റ്റിന്റെ സൈഡിലൊക്കെ എഴുതി വെച്ചോ. അപ്പൊ നിങ്ങളെ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ഓർത്തിരിക്കും. സച്ച് ഫിനാൻസ് ഇസ് യൂസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാൻ, മെഷീനറി, ഫർണിച്ചേഴ്സ് എക്സെട്ര. അല്ലെ, അപ്പൊ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി എന്നീ സംഭവങ്ങളിലൊക്കെ നമുക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫിനാൻസിനെയാണ് ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. അല്ലെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ അക്കൗണ്ടൻസിക്കകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ഫിനാൻസിനെയാണ് ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇതിനെ നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചേഴ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ടുള്ള ആ ഒരു എമൗണ്ട്. അല്ലെ, ഇപ്പൊ ലോങ് ടേം ഫിനാൻസ് എന്ന് നമ്മൾ പറയും. ലോങ് ടേം ഫിനാൻസ് ഇസ് അക്വയർ ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇത് ഇങ്ങനെയാണ് അക്വയർ ചെയ്യുന്ന ലോങ് ടേം ഫിനാൻസ്. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോൺസ്, നമ്മുടെ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എന്താണ് നമ്മുടെ ലോൺസും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സും ഒക്കെ അവരെടുക്കുന്നുണ്ട്. സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ലോങ് ടേം ഫിനാൻസ് നമുക്ക് കിട്ടും. ലോങ് ടേം ഫിനാൻസ് ഇസ് റിക്വയർഡ് ഫോർ ഫിനാൻസിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ദേ ആർ നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ ഓർ ബ്ലോക്ക് ക്യാപിറ്റൽ. അപ്പൊ പല പേരുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്ലോക്ക് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ വേറെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് ചോദിക്കും. ഓക്കെ, യെസ്. അപ്പം ഇങ്ങനെ 2 പേരുള്ള ആൾക്കാരെയൊക്കെ പഠിച്ചു വെക്കുക. 1 മാർക്കിനൊക്കെ അങ്ങനത്തെ ചോദ്യം ചോദിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെയാണ് മീഡിയം ടേം ഫിനാൻസ്. അപ്പം നമ്മുടെ ഫിക്സഡ് നമ്മുടെ ആദ്യത്തെ എന്ന് പറയുന്നത് ലോങ് ടേം ഫിനാൻസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫിക്സഡ് അസറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ലോങ് ടേം ഫിനാൻസിന്റെ ടൈം പീരീഡ് എന്ന് വരുന്നത് ഓവർ 5 years ആണ്. അപ്പോൾ മീഡിയം ടേം ഫിനാൻസിൽ എത്രയായിരിക്കും ടൈം പീരീഡ് വരുന്നത്? where the fund are required for a period of more than 1 year. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം more than 1 year. അല്ലേ, 1 വർഷത്തിലും കൂടുതലായിരിക്കണം. അതിനെയാണ് മീഡിയം ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ബട്ട് ലെസ് ദാൻ 5 years. 5 വർഷത്തിൽ കൂടുതൽ പോകത്തില്ല. മോർ ദാൻ 1 year ബട്ട് ലെസ് ദാൻ 5 years. 5 വർഷത്തിന്റെ താഴെയും 1 വർഷത്തിന് മുകളിൽ നിൽക്കുന്ന ആ ഒരു ടൈം ഗ്യാപ്പിൽ നിൽക്കുന്നതിനെയാണ് മീഡിയം ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോൺ ആസ് മീഡിയം ടേം ഫിനാൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? മീഡിയം ടേം ഫിനാൻസ് ക്യാൻ ബി റേസ് ത്രൂ പബ്ലിക് ഡെപ്പോസിറ്റ്. പബ്ലിക് ഡെപ്പോസിറ്റിലൂടെ വാങ്ങാം, ലീസ് ഫിനാൻസിങ്ങിലൂടെ വാങ്ങാം, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മീഡിയം ടേം ഫിനാൻസ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെയാണ് ഷോർട്ട് ടേം ഫിനാൻസ്. ഷോർട്ട് ടേം ഫിനാൻസിനെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ഫിനാൻസ് ഇസ് റേസ് ഫോർ എ പീരീഡ് ഓഫ് ലെസ് ദാൻ 1 year. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 വർഷത്തിന് താഴെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ ലോങ് ടേം ഫിനാൻസ് കണ്ടു ഓവർ ദ പീരീഡ് ഓഫ് 5 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീഡിയം ടേം നമ്മൾ കണ്ടു മോർ ദാൻ 1 year ആൻഡ് ലെസ് ദാൻ 5 years നമ്മൾ കണ്ടു. ഷോർട്ട് ടേം ഫിനാൻസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ വരുമ്പോഴത്തേക്ക് less than 1 year ആണ് വരുന്നത്. It required to meet day-to-day needs of business and it is known as working capital of an organization. Day-to-day activity meet ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെ എന്താണ് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മെയിൻ സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ്. ഷോർട്ട് ടേം ഫിനാൻസ് എവിടെ നിന്നാണ് വരുന്നത്? ട്രേഡ് ക്രെഡിറ്റ്, ബാങ്ക് ലോണ്, കസ്റ്റമർ അഡ്വാൻസ് എക്സെട്ര. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ട്രേഡ് ക്രെഡിറ്റ്, ബാങ്ക് ലോൺ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ട്രേഡ് ക്രെഡിറ്റ് എന്താണെന്നൊന്നും കേട്ടിട്ടുണ്ടാവില്ല. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ഓക്കെ, ഷോർട്ട് ടേം ഫിനാൻസ് ഇസ് ഓൾസോ നോൺ ആസ് റിവോൾവിംഗ് ക്യാപിറ്റൽ ഓർ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. ഇങ്ങനത്തെ എക്സ്ട്രാ പേരുകളൊക്കെ വരുവാണെങ്കിൽ പഠിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞത് ഇപ്പം മനസ്സിലായോ? 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, എല്ലാത്തിനും ഓരോ ചെല്ലപ്പേര് വെച്ചുണ്ട്. അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വെക്കുക. ഷോർട്ട് ടേം ഫിനാൻസിനെ നമുക്ക് എന്താണ്? റിവോൾവിംഗ് ക്യാപിറ്റൽ, റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, ഈ 2 പേരുകൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കാം. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് നമ്മൾ പഠിച്ചു. ലോങ് ടേം എന്താണ്, ഷോർട്ട് ടേം എന്താണ്, മീഡിയം ടേം എന്താണ്, അതിൻ്റെ അകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ് ആ ഫണ്ട് നമുക്ക് കിട്ടുന്നത് എന്ന കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും എൻ്റെ കുഞ്ഞുങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് നോക്കാം ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പിന് നല്ല മനസ്സുള്ളവരാണ് 2 മാത്രമേ തന്നിട്ടുള്ളൂ. ഓണേഴ്സ് ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ടും ഉണ്ട്.
അപ്പം ഈ രണ്ട് സംഭവം എന്താണെന്ന് പഠിക്കുക. ചിലപ്പം ഒരു 3 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവം എന്ന് പഠിച്ച് വെക്കുക. ഓണേഴ്സ് ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ടും ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എന്താണ്? ദ ബിസിനസ് ക്യാൻ റേസ് ഇറ്റ്സ് റിക്വയർഡ് ഫിനാൻസ് ഫ്രം 2 മെയിൻ സോഴ്സസ്. 2 മെയിൻ സോഴ്സസിൽ നിന്നാണ് ഇവിടെ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പിന്റെ കേസിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. ഒന്ന് ഓണേഴ്സ് ഫണ്ടും ഒന്ന് ബോറോഡ് ഫണ്ടും. ഫസ്റ്റ് വൺ ഓണേഴ്സ് ഫണ്ട്. പേര് പോലെ തന്നെ ഓണറിന്റെ ഫണ്ട്, ആരാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വ്യക്തി ആദ്യം എടുക്കുന്ന അല്ലെങ്കിൽ ഇടുന്ന ഒരു ഇനിഷ്യൽ ക്യാപിറ്റൽ വെച്ച് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഇനിഷ്യൽ ക്യാപിറ്റലിനെയാണ് ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഓൺഡ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓണർ ടു ദി ബിസിനസ്. അല്ലെ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഇനിഷ്യലി ഇടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇൻ എ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ദ പ്രൊപ്പറേറ്റർ ബ്രിങ്സ് ദി ഓൺഡ് ഫണ്ട് ഫ്രം ഹിസ് പേഴ്സണൽ പ്രോപ്പർട്ടി. അപ്പം നമ്മുടെ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒറ്റയ്ക്ക് ഒരാൾ നടത്തുന്ന ഒരു ബിസിനസ്. അപ്പം അതിലെന്താണ് ആ ഓണർ കൊണ്ടുവരുന്ന ആ ഒരു ഫണ്ട് ഓൺഡ് ഫണ്ട് എന്ന് പറയും. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ഇൻ എ പാർട്ട്ണർഷിപ്പ് ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി പാർട്ട്നേഴ്സ് ഇസ് കോൾഡ് ഓൺ ഫണ്ട്. അപ്പം പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ ഓൺ ഫണ്ട് എന്താണ്? പാർട്ട്നേഴ്സ് രണ്ടുപേരും കൊണ്ടുവരുന്ന ആ ഒരു ഫണ്ടിനെയാണ് ഓൺ ഫണ്ട് എന്ന് പറയുന്നത്. ഫണ്ട് റേസ് ബൈ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇതെങ്ങനെയാണ്? ഇഷ്യൂ ഓഫ് ഷെയർസിലൂടെ. ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആർ ദി ഓൺഡ് ഫണ്ട്സ് ഇൻ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ ഒരു നോർമൽ കമ്പനി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഈ ഓൺഡ് ഫണ്ട് അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിലൂടെ കിട്ടുന്നതും റീറ്റെയിൻഡ് ഏർണിംഗ്സിലൂടെ കിട്ടുന്നതുമാണ്. ദ ഫണ്ട് വിച്ച് ഇസ് റേസ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആർ ദി ഓൺഡ് ഫണ്ട് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിലൂടെ കിട്ടുന്നതും റീറ്റെയിൻഡ് ഏർണിംഗ്സിലൂടെ കിട്ടുന്നതുമാണ്. അപ്പോൾ എന്താണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്? നിങ്ങൾക്ക് ഒരു സംശയം വരും, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇറ്റ് വിൽ റിമെയിൻ ഇൻ ദ ബിസിനസ് ഓവർ എ ലോങ് പീരീഡ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എക്സ്പെക്ടഡ് ടു ദ വിഡ്രോ അതർവൈസ് ദാൻ ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ ബിസിനസ്. ഇവിടെ പറയുന്നുണ്ട് അത് ബിസിനസ്സിലേക്ക് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് അത് സ്റ്റേ ചെയ്യും. പിന്നെ എപ്പോഴാണ് അത് തിരിച്ചെടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയുമ്പോൾ വൈൻഡിങ് അപ്പിന്റെ സമയം. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് നിർത്തിയിട്ട് പോകുന്ന ആ സമയത്തായിരിക്കും തിരിച്ച് ആ പൈസ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, വിച്ച് ഇസ് നോട്ട് എക്സ്പെക്ടഡ് ടു ബി വിഡ്രോൺ അറ്റ് ദ ടൈം. അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ആ ഒരു പൈസ ഓണർ ഇട്ട ആ പൈസ അന്നേരം തന്നെ വിഡ്രോ ചെയ്യും. അങ്ങനെ ചെയ്യില്ല. ഇത് വൈൻഡിങ് അപ്പിന്റെ ടൈമിലായിരിക്കും കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതാണ് നമ്മുടെ ബോറോഡ് ഫണ്ട്. നമ്മുടെ പേര് പോലെ തന്നെ എന്താണ്, നമ്മൾ കടം ചോദിച്ച് വാങ്ങിക്കുന്ന ഫണ്ട് എന്ന് പറയും അല്ലേ. നമുക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആരുടെയും എടുത്തോ അല്ലെങ്കിൽ നമുക്കൊരു വീട് വെക്കണം, നമ്മുടെ കയ്യിൽ ഫണ്ടില്ല എന്ന് കാണുവാണെങ്കിൽ നമ്മൾ എന്താണ്, ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കും അല്ലേ. അപ്പം അങ്ങനത്തെ സാധനം എന്നൊക്കെ പറയുന്നത് ബോറോ ചെയ്യുന്നതായിട്ടുള്ള ഫണ്ടുകളാണ്. അപ്പം നമുക്ക് നോക്കാം. ബോറോഡ് ഫണ്ട് റെഫേഴ്സ് ടു ദ ഫണ്ട് റേസ്ഡ് ഫ്രം എക്സ്റ്റേണൽ ബോറോയിങ്സ്. ദ സോഴ്സസ് ഓഫ് ബോറോഡ് ഫണ്ട് ഇൻക്ലൂഡ്സ് issue of debenture, public deposit, trade credit and loans from the financial institution and banks. അപ്പം ഇവിടെ വരുന്നത് നമ്മുടെ ബോറോഡ് ഫണ്ടിന്റെ കേസിൽ വരുന്ന ഇവിടെയാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഉണ്ട്, പബ്ലിക് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ട്രേഡ് ക്രെഡിറ്റ് ഉണ്ട്, ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഓരോന്ന് എന്താണെന്ന് പഠിക്കാനായിട്ടുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ബോറോഡ് ഫണ്ടിന്റെ കേസ് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഓർത്തിരുന്ന് എഴുതാനായിട്ട് പറ്റും. Okay, periodical payments of interest and repayment of loan amount on the expiry date require even if there is no profit. അപ്പം ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും ബോറോ ചെയ്യുന്ന ഫണ്ട് അവർക്ക് എത്ര ശതമാനമാണോ ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ ലോൺ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചടക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും നമ്മളത് തിരിച്ചടയ്ക്കണം അല്ലേ. അങ്ങനെയാണ് കടത്തിന്റെ മേളിൽ കടം വന്ന് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വന്നു എന്നൊക്കെ പറയില്ലേ, അത് അങ്ങനത്തെ കേസസിലാണ് വരുന്നത്. നമുക്ക് ചില സമയത്തൊന്നും പ്രോഫിറ്റ് കാണത്തില്ല, ആ സമയത്ത് കടമെടുത്തിരിക്കുന്ന പൈസയാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ടൈമിൽ നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കണം അല്ലേ. അപ്പം ആ സമയത്ത് എന്താണ്, അത് കൊടുക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും നിന്ന് അവർ ബോറോ ചെയ്യുന്നു. അപ്പോൾ അവർക്കത് ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അവർക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. മോറോവർ ബോറോഡ് ഫണ്ട് ആർ അവൈലബിൾ ഓൺലി ഓൺ മോർഗേജ് ഫിക്സഡ് അസറ്റ്. ഇവിടെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഒരു ടേം, അതായത് മോർഗേജ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മോർഗേജ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സ്ഥലം ലാൻഡ് ഒക്കെ വാങ്ങാനായിട്ട് ഉള്ള സമയത്ത് നമുക്കൊരു ലാൻഡ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഭൂമി വാങ്ങിക്കുക അല്ലെങ്കിൽ വലിയൊരു ഫ്ലാറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ക്യാഷ് ഇറക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല അല്ലേ. അപ്പം അങ്ങനെ പറ്റുന്നവർ കാണും, പക്ഷെ പറ്റാത്തവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് അങ്ങനെ ഒരു സ്ഥലം വേണമെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മൾ ലോണായിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങിക്കും അല്ലേ. അപ്പോൾ ലോണായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്നാണോ അടച്ച് തീർക്കുന്നത് അന്ന് മാത്രമേ നമ്മുടെ ഓണർഷിപ്പിൽ ആ സാധനം കിട്ടത്തുള്ളൂ. അത്രയും കാലം എന്താണ്, നമ്മുടെ ബാങ്കിന്റെ ഒരു പേരിലായിരിക്കും അത് കിടക്കുന്നത്. ഇഫ് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ബാങ്ക് ആ സ്ഥലം എടുത്തുകൊണ്ട് പോകും. അപ്പം ഇവിടെ പറയുന്ന ബോറോഡ് ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് മോർഗേജ് ഓഫ് ഫിക്സഡ് അസറ്റ്സിന് മാത്രമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ബോറോഡ് ഫണ്ട് എന്താണെന്ന് മനസ്സിലായില്ലേ?
അല്ലേ? അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ. ഫസ്റ്റ് വൺ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടിന്റെ അകത്ത് കുറച്ചധികം സംഭവങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ സോഴ്സസ് ഓഫ് ഫണ്ട് വിച്ച് ആർ ജനറലി ബൈ ബിസിനസ് ഇറ്റ്സെൽഫ് ആർ നോൺ ആസ് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഫണ്ടിനെയാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് റിസീവബിൾ, റീറ്റെയിൻ ഏർണിംഗ്സ് ആയിക്കോട്ടെ, ഡിസ്പോസിംഗ് ഓഫ് സർപ്ലസ് ഇൻവെന്ററീസ് എക്സെട്ര ദ മെയിൻ ഇന്റേണൽ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസിന്റെ ഇന്റേണൽ സോഴ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് റിസീവബിൾസ്, നമുക്ക് കിട്ടാനുള്ള പൈസ. റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന്, അതായത് നമുക്കൊരു ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ എടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നു അല്ലെ? എന്തിനാ മാറ്റി വെക്കുന്നത്? എന്തെങ്കിലും ഫ്യൂച്ചർ കോൺസിക്വൻസോ അല്ലെങ്കിൽ യൂസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടി. ഓക്കെ, അതിനെയാണ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്നത്. ഡിസ്പോസിംഗ് ഓഫ് സർപ്ലസ് ഇൻവെന്ററീസ്, ചില ഇൻവെന്ററീസ് ഒക്കെ സർപ്ലസ് ആയിട്ടുള്ളത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ കിട്ടും അല്ലെ? അപ്പം അതിന്റെ സർപ്ലസ് ഇൻവെന്ററീസ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ആൻഡ് ആർ ദ മെയിൻ ഇന്റേണൽ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. അപ്പോൾ ബിസിനസ് ഫിനാൻസിന്റെ മെയിൻ ഇന്റേണൽ സോഴ്സ് എന്നറിയപ്പെടുന്ന ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഓൺലി ലിമിറ്റഡ് നീഡ് ഓഫ് ഫിനാൻസ് ആർ ഫുൾഫിൽ ബൈ ദീസ് സോഴ്സസ്. പക്ഷേ ഒരു ലിമിറ്റഡ് ഫിനാൻസ് മാത്രമേ ഈ ഒരു സോഴ്സിൽ നിന്ന് നമ്മളെ ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്. അപ്പോൾ നമ്മൾ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് കണ്ടു. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ദോസ് ആർ ജനറേറ്റഡ് ഫ്രം ഔട്ട്സൈഡ് ദ ബിസിനസ്. ബിസിനസിന്റെ വെളിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലോൺസ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ലീസ് ഫിനാൻസിങ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ് എക്സെട്ര. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഇനി അടുത്ത ഒരു സെഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് പറഞ്ഞു, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് പറഞ്ഞു, ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സോഴ്സ് ഓഫ് ഫിനാൻസ്. A source of finance, yes, a source of finance means the agency from which a finance is procured for the business, and a business can raise fund from the various sources. അല്ലെ, പല സോഴ്സിൽ നിന്ന് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ ആൻഡ് പാർട്ട്ണർഷിപ്പ് കൺസേൺ, ദ മെയിൻ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആർ ദ പ്രൊപ്പറേറ്റേഴ്സ് ദംസെൽഫ്. പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓണേഴ്സ് തന്നെയായിരിക്കും ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലും ഒക്കെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങി വെക്കുന്ന ആൾ തന്നെയായിരിക്കും മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. റീറ്റെയിൻഡ് പ്രോഫിറ്റ് ഉണ്ട്, ട്രേഡ് ക്രെഡിറ്റ് ഉണ്ട്, ഫാക്ടറിംഗ് ഉണ്ട്, ലീസ് ഫിനാൻസിംഗ് ഉണ്ട്, പബ്ലിക് ഡെപ്പോസിറ്റ് ഉണ്ട്, കൊമേഴ്ഷ്യൽ പേപ്പർ അഥവാ CP എന്നറിയപ്പെടുന്ന 2 മാർക്സിന് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇഷ്യൂ ഓഫ് ഷെയർസ് ഉണ്ട്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ട്, ലോൺസ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇന്റർനാഷണൽ ഫിനാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഈ ആദ്യം പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സിനും 3 മാർക്സിനും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് സംഭവം എന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ റീറ്റെയിൻഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫ്ലോവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നറിയപ്പെടുന്ന റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, നമുക്കൊരു ബിസിനസ്സിന് ടോട്ടൽ പ്രോഫിറ്റ് നേരത്തെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ശതമാനം എടുത്ത് മാറ്റി വെക്കുന്നു. ഫോർ എക്സാമ്പിൾ എനിക്ക് 1,00,000 രൂപ, എത്രയാണ് 1,00,000 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, പ്രോഫിറ്റ് എനിക്ക് 1,00,000 രൂപ കിട്ടി. ഈ 1,00,000ത്തിൻ്റെ അകത്തുനിന്ന് 20,000 രൂപ, എന്താണ് 20,000 രൂപ ഞാൻ റീറ്റെയിൻഡ് പ്രോഫിറ്റ് ആയിട്ട് ഞാൻ മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി എത്രയാണ് 80,000 രൂപയുണ്ട് അല്ലേ? അപ്പം ഈ ബാക്കി വന്നിരിക്കുന്ന 80,000 ആയിരിക്കും നമ്മൾ ആ സമയത്ത് പറയുന്നത് നമുക്ക് 80,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് അത് വെച്ചായിരിക്കും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻസ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ആ 20,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടാണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മാറ്റി വെക്കുക, അതിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ഫ്യൂച്ചർ കോൺസിക്വൻസസ് വരുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ 20,000 രൂപ മാറ്റി വെക്കുന്നത്. ഓക്കെ, ഔട്ട് ഓഫ് എ ടോട്ടൽ പ്രോഫിറ്റ് ഏൺ ബൈ എ കമ്പനി ഇൻ എ പെർട്ടിക്കുലർ ഇയർ, എ സർട്ടൻ പെർസെൻറ്റേജ് ഇസ് റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ് വിത്തൗട്ട് ഡിസ്ട്രിബ്യൂട്ടിംഗ് ആസ് എ ഡിവിഡൻഡ് എമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ്. ദിസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഇസ് നോൺ ആസ് എന്തെന്ന് പറയുന്നത് റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് ഇന്റേണൽ ഫിനാൻസിങ്. ഇന്റേണൽ ഫിനാൻസിങ്ങിന്റെ ഒരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എന്ന് പറയും. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഫ്ലോവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എൻ ഓണർഷിപ്പ് ഫണ്ട്, അല്ലെങ്കിൽ ഓണേഴ്സിന്റെ ഫണ്ട് ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് വിൽ സെർവ് ഇൻ ദ പർപ്പസ് ഓഫ് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫിനാൻസ്. ലോങ് ടേം അല്ലെങ്കിൽ മീഡിയം ഫിനാൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജസ്, റീറ്റെയിൻ ഏർണിംഗ്സിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ 4 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്.
അപ്പം വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യമേ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്താണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതുക, അത് കഴിഞ്ഞിട്ട് അഡ്വാൻറ്റേജ് ചെയ്താവുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് വരുന്ന മോസ്റ്റ് കൺവീനിയൻറ്റ് സോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിൻ പ്രോഫിറ്റ് ക്രിയേറ്റ് നോ ചാർജ് ഓൺ അസറ്റ്സ് ഓഫ് എ കമ്പനി, പിന്നെ വരുന്ന റിസ്ക് ഓഫ് ലൂസിങ് കൺട്രോൾ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അത് കാണാത്ത കുഞ്ഞുങ്ങൾ അതൊന്ന് കണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. റീറ്റെയിൻ പ്രോഫിറ്റ് ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിസഡ്വാൻറ്റേജസും ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് നമ്മുടെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് കിട്ടാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും അവിടെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ. ഓക്കെ, അപ്പം അതിൽ നിന്ന് നോട്ട്സ് എടുക്കുക, നിങ്ങൾ ഇതൊന്ന് വായിച്ച് നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനേക്കാളും വളരെ ചെറിയ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ വളരെ എളുപ്പം മനസ്സിലാവാനായിട്ട് സാധിക്കും. ഇൻ സം കേസസ് ഇറ്റ് മേ ലീഡ് ടു ഓവർ ക്യാപിറ്റലൈസേഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എക്സസീവ് ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ഡിസാറ്റിസ്ഫാക്ഷൻ വരും. കാരണം അവർക്കും കൂടെ കിട്ടേണ്ട പ്രോഫിറ്റ് ആണ് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന എമൗണ്ടിലായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് ട്രേഡ് ക്രെഡിറ്റ്. എന്താണ് ട്രേഡ് ക്രെഡിറ്റ്? ഇവിടെ പറയുന്നത് ട്രേഡ് ക്രെഡിറ്റ് ഇസ് ദ ക്രെഡിറ്റ് എക്സ്റ്റെൻഡഡ് ബൈ വൺ ട്രേഡർ ടു അനദർ ഫോർ ദി പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ട്രേഡർ മറ്റൊരു ട്രേഡറിന് എന്താണ്, ഇപ്പോൾ ഒരു കടയിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് വാങ്ങിച്ച ഉടനെ തന്നെ നമ്മൾ പൈസ കൊടുക്കാതെ നമ്മളത് യൂസ് ചെയ്തിട്ട് കുറച്ചായിട്ട് ഇടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ തിരിച്ചടയ്ക്കുന്നതിനെയാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പം ഒരു ബിസിനസ് എന്റർപ്രൈസ് ആണെങ്കിൽ 2 ബിസിനസ് സ്ഥാപനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ക്രെഡിറ്റിൽ സാധനം കൊടുക്കുന്നു അല്ലെ. ആ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞിട്ട് തിരിച്ചടച്ചാൽ മതി എന്ന് പറയുന്നത് തന്നെയാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും തന്നിട്ടുണ്ട്. അതും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, അതും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പം നമുക്ക് ഒരാൾ പൈസ തരാനായിട്ടുണ്ട്, പക്ഷെ ആളോട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആ ആൾക്കും ഒരു ഡിസ്റ്റർബൻസ് ആണ്. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു തേർഡ് പാർട്ടിനെ നമ്മൾ വെച്ചിട്ട് അവരോട് പറയും നമുക്ക് ഇന്ന ദിവസം ഇന്നയാൾ പൈസ തരാനായിട്ടുണ്ട്, അവരോട് പോയി ആ പൈസ വന്ന് കളക്ട് ചെയ്യുക എന്ന് പറയും. ഓക്കെ, അപ്പം അങ്ങനെ പോയി കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാക്ടറിങ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ആ വ്യക്തിനെ ഫാക്ടർ എന്ന് പറയും. ദിസ് ഏജൻസി ഓർ ഇൻഡിവിജ്വൽ വിച്ച് സ്പെഷ്യലൈസ് ഇൻ കളക്ടിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡെപ്റ്റ് ഇസ് കോൾഡ് ഫാക്ടർ. ആ വ്യക്തിനെയാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും തന്നിട്ടുണ്ട്. അതും എന്തൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്ലനേഷൻ നമ്മുടെ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് 2 പ്രോപ്പർട്ടി ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അപ്പം എനിക്ക് 2 പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുവാണ്, ഒരു വീട്ടിൽ താമസിക്കാനായിട്ട്, എനിക്കിപ്പോൾ 2 വീടുണ്ടല്ലോ, അപ്പോൾ ഒരു വീട്ടിൽ അവർക്ക് വാടകയ്ക്ക് താമസിക്കാനായിട്ട് ഒരു 6 മാസത്തേക്ക് വാടകയ്ക്ക് താമസിക്കാനായിട്ട് തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയുന്നു ഓക്കെ ഫൈൻ, എനിക്ക് ഓരോ 5000 രൂപ വെച്ച് ഓരോ മാസം എനിക്ക് റെന്റ് അടയ്ക്കുവാണെങ്കിൽ ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ താമസിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് ഞാൻ തരാമെന്ന് പറയുന്നു. അതേസമയം ഞാൻ ആ പ്രോപ്പർട്ടി എഴുതിയും കൊടുക്കുവാണോ? അല്ല, ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീസിങ് അല്ലെങ്കിൽ ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെസ്സറും ലെസ്സിയും എന്ന് പറയുന്ന 2 വാക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ലെസ്സർ എന്ന് പറയുന്നത് OR വരുമ്പോൾ ഓണർ എന്ന് ഓർത്ത് വെക്കാനായിട്ട് പറഞ്ഞായിരുന്നു. ഓണർ എന്ന് ഓർത്ത് വെക്കാനായിട്ട് പറഞ്ഞു. ലെസ്സി എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇതാ നോക്കിക്കേ, ദ ലെസ്സി ഹാസ് ടു പേ എ സ്പെസിഫൈഡ് എമൗണ്ട് ഇസ് കോൾഡ് ലീസ് റെന്റ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു 5000 രൂപ തരണം എന്ന് പറഞ്ഞു. ആ 5000 രൂപേനെയാണ് നമ്മൾ ലീസ് റെന്റ് എന്ന് പറയുന്നത്. ലെസ്സർ ഫോർ ദ യൂസ് ഓഫ് അസെറ്റ്, ആ അസെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി. ഇത് മോസ്റ്റ്ലി ഒരു ഫേമൊക്കെ യൂസ് ചെയ്യുന്നത് വലിയ എന്താണ് മെഷീൻസ് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യുന്നു, റെന്റിന് സാധനം എടുക്കുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതും എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് നോക്കുക. പിന്നെ വരുന്നതാണ് പബ്ലിക് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് ദാറ്റ് റേസ്ഡ് ബൈ ഓർഗനൈസേഷൻ ഡയറക്ട്ലി ഫ്രം ദ പബ്ലിക് ആസ് ലോൺ ഓർ ഡെപ്റ്റ് ആർ കോൾഡ് പബ്ലിക് ഡെപ്പോസിറ്റ്. അപ്പൊ നമ്മൾ പബ്ലിക്കിൽ നിന്ന് ലോൺ അല്ലെങ്കിൽ ഡെപ്റ്റ് ആയിട്ട് വാങ്ങിക്കുന്നതിനെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. കമ്പനീസ് അഡ്വർടൈസ് ഇൻ ന്യൂസ് പേപ്പർ ഫോർ ഇൻവെസ്റ്റിംഗ് ജനറൽ പബ്ലിക് ടു ഇൻവെസ്റ്റ് ദർ സേവിങ്സ് ഇൻ പബ്ലിക് ഡെപ്പോസിറ്റ്. അപ്പൊ പബ്ലിക് ഡെപ്പോസിറ്റിൽ കൊടുക്കാൻ വേണ്ടി അവരെന്താണ് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അവരെന്താണ് ജനറൽ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യപ്പെടും. അതിനെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും തന്നിട്ടുണ്ട്. പബ്ലിക് ഡെപ്പോസിറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാലായിട്ട് മതി. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കൊമേഴ്ഷ്യൽ പേപ്പർ.
2 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് CP അഥവാ കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ് ഹാവിംഗ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 7 days to 1 year. ഇത് 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ 2 മാർക്സിന് എന്താണ് CP എന്ന് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൊമേഴ്ഷ്യൽ പേപ്പർ ഇസ് ആൻ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂ ബൈ എ ഫേം ടു അനദർ ബിസിനസ് ഫേം, ഇൻഷുറൻസ് കമ്പനി, ബാങ്ക്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? ഈ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് എന്ന വാക്ക് ഓർത്ത് വെക്കുക. ആ ഒരു വർക്ക് എംഫസൈസ് ചെയ്ത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ആൻസർ ഷീറ്റിൽ എഴുതാവുള്ളൂ. ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും തന്നിട്ടുണ്ട്, അതും എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഈ എന്താണ് സംഭവം എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ തന്നെ നമുക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് മനസ്സിലാവും. അടുത്തതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ദി ക്യാപിറ്റൽ റേസ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇസ് നോൺ ആസ് ഷെയർ ക്യാപിറ്റൽ. അതായത് നമ്മൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് എടുക്കാനായിട്ടില്ലെങ്കിൽ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യും. ആ ഷെയർസ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. അതായത് ആ ഷെയർസ് വാങ്ങിക്കുന്ന ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ ക്യാപിറ്റൽ വിച്ച് ഇസ് റേസ് ബൈ ഇഷ്യൂയിങ് ഓഫ് ഷെയർസ് ഇസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ദി ക്യാപിറ്റൽ ഓഫ് കമ്പനി ഈസ് ഡിവൈഡ് ഇൻടു സ്മോൾ യൂണിറ്റ്സ്. അല്ലെ, കമ്പനിയുടെ ആ ഒരു ക്യാപിറ്റലിനെ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആർ ദി ഓണേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പം ഈ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഷെയർ ഹോൾഡേഴ്സിനെ ഓണേഴ്സ് ഓഫ് ദ കമ്പനി ആയിട്ടാണ് കാണുന്നത്. നമുക്ക് 2 തരത്തിലുള്ള ഷെയർസ് ഉണ്ട്. ഇക്വിറ്റി ഷെയർസും ഉണ്ട്, പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് അത് ഓർഡിനറി ഷെയർസ് ആണ്. ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് എന്നാണ്, അല്ലെങ്കിൽ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും തിരിച്ചറിയാനായിട്ട് സാധിക്കും. വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ അഡ്വാൻറ്റേജസിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ അവരെ റിയൽ ഓണേഴ്സ് ആയിട്ട് കാണുന്നുണ്ട്. ഹാവ് എ കൺട്രോൾ ഓവർ വർക്കിംഗ് ഓഫ് ദ കമ്പനി. കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ മുകളിൽ ഒരു കൺട്രോള് ഇവർക്കുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ, ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി പോകുക. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് ഇവിടെ മിസ് PPT-ക്കകത്തൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് ആർ ഷെയർസ് വിച്ച് ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ് ഇൻ ദ കേസ് ഓഫ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു പ്രിഫറൻസ് ആണുള്ളത്. അവരും ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്, പക്ഷേ ഒരു പർട്ടിക്കുലർ പ്രിഫറൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. വൈൻഡിങ് അപ്പിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കത്തുള്ളൂ. കാരണം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് ആണ് ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ ഒരു ഡിവിഡൻഡ് എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യമേ അങ്ങ് കൊടുക്കും വൈൻഡിങ് അപ്പിന്റെ സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഇത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഏറ്റവും അവസാനമേ കൊടുക്കത്തുള്ളൂ. കാരണം എന്താണ്? ദേ ആർ ദ റിയൽ ഓണേഴ്സ്. അല്ലെ, ഓണേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ലേറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ നോൺ ക്യുമുലേറ്റീവ്. ചിലപ്പോൾ 2 മാർക്സിന് അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കും. നെയിം എനി 2 കൈൻഡ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് ചോദിക്കുവാണെങ്കിൽ ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ നോൺ ക്യുമുലേറ്റീവ്, പാർട്ടിസിപ്പേറ്റിംഗ് അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, റിഡീമബിൾ, ഇറഡീമബിൾ, പിന്നെ കൺവേർട്ടബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ. ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത്. പിന്നെ ഇഷ്യൂസ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഡിബെഞ്ചർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെന്റ് ഫോർ റേസിംഗ് ലോങ് ടേം ഡെപ്റ്റ് ക്യാപിറ്റൽ. അല്ലെ, ഒരു ഡെപ്റ്റ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടി റേസ് ചെയ്യുന്നതാണ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. കമ്പനി ക്യാൻ റേസ് ഫണ്ട് ത്രൂ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് വിച്ച് ബെയർ എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം ഇതിൻ്റെ അകത്തൊരു ഫിക്സഡ് റേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ശതമാനമായിരിക്കും അവർക്ക് അതായത് അവരുടെ കയ്യിൽ പൈസയില്ല, കമ്പനിക്ക് പൈസയില്ല. അപ്പം ആൾക്കാരിൽ നിന്ന് അവർ പൈസ കളക്ട് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിബെഞ്ചർ. അപ്പോൾ അവർക്ക് കൊടുക്കും, ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കും. ഞങ്ങൾക്ക് ഇത്രയും രൂപ നിങ്ങൾക്ക് തരാനായിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഇത്രയും 1% ഇൻട്രസ്റ്റ് വെച്ച് അവരുള്ള പൈസ കൊടുക്കുന്നതല്ലേ. അപ്പം 1% ഇൻട്രസ്റ്റ് കൊടുക്കുക. ഇപ്പം 1000 രൂപ കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എത്രയാണ്? 1200 രൂപ അല്ലെങ്കിൽ 1300 രൂപ. ആ 300 രൂപ എന്ന് പറയുന്നതാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഡിബെഞ്ചർ ഇൻ എ സർട്ടിഫിക്കറ്റ് ഓർ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ സീൽ ആൻഡ് അക്നോളജ്മെന്റ് ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്. എത്ര രൂപയാണ് കൊടുക്കാനുള്ള എന്ന കാര്യം സ്പെസിഫിക്കലി എഴുതി കാണിക്കുകയും ചെയ്യും. മെറിറ്റ്സും ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സും ഉണ്ട്. ഷെയർസും ഡിബെഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, അതെൻ്റെ കുഞ്ഞുങ്ങളൊന്ന് നോക്കാം. ഓക്കെ, യെസ്. ഷെയർസ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ്. ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളിത് ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർ കാണുക. എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്? നോർമൽ ബാങ്ക്സ് ആണ്. റോൾ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് പ്ലേ എ ക്രൂഷ്യൽ റോൾ ബൈ പ്രൊവൈഡിങ് ഫണ്ട്സ് ഫോർ ദി വേരിയസ് പർപ്പസ് ഓഫ് ടൈം ഡ്യൂറേഷൻ. അതായത് പല പർപ്പസിന് വേണ്ടി നമുക്ക് പൈസ തരുന്ന ഒരു ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് ലോൺസ് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ് നടത്താൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് റെഡി ക്യാഷ് ഒന്നും കയ്യിലില്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അപ്പോൾ ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. 1 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുവാണെങ്കിൽ 1,20,000 രൂപ നമ്മൾ തിരിച്ചടയ്ക്കും. ആ 20,000 രൂപ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്
ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ റീപേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ലോൺ ഇപ്പം നമുക്ക് പാർഷ്യലായിട്ട് നമുക്ക് അടയ്ക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഒറ്റയടിക്ക് അടയ്ക്കാം, അല്ലെങ്കിൽ മാസം മാസമായിട്ട് നമുക്ക് അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അവർ തരും. ഓക്കെ, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ജസ്റ്റ് ഒന്ന് നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വരുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്തൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക. ദി ഗവൺമെന്റ് ഹാസ് എസ്റ്റാബ്ലിഷ് എ നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ബാങ്ക് എന്നൊക്കെ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കാരണം എന്താണ്, നമുക്ക് ഈ ബിസിനസ് ഒക്കെ വളർന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ആവത്തുള്ളൂ. അതിന് വേണ്ടിയാണ് ഈ ഓരോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദി പ്രൊവൈഡ് ബോത്ത് ഓൺ ക്യാപിറ്റൽ ആൻഡ് ലോൺ ക്യാപിറ്റൽ ഫോർ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫിനാൻസ്. ഓക്കെ, അപ്പോൾ ഓൺ ക്യാപിറ്റലും ലോൺ ക്യാപിറ്റലും തരുന്നുണ്ട്. ബോത്ത് നമ്മുടെ ലോങ് ടേം അല്ലെങ്കിൽ മീഡിയം ഫിനാൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ജസ്റ്റ് നോക്കാം. മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉള്ളതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വിടുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിനിമം ഒരു 3 എണ്ണമെങ്കിലും മെറിറ്റ്സും ഡിമെറിറ്റ്സും 3 പോയിന്റ്സ് എങ്കിലും, എല്ലാ ഡിമെറിറ്റ്സും മെറിറ്റ്സിൻ്റെ അകത്തും സിമ്പിൾ ഒരു 3 പോയിന്റ് കാണും. ആ സിമ്പിൾ 3 പോയിന്റ്സ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു പോവുക. ഇന്റർനാഷണൽ ഫിനാൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ കമ്പനീസ് ഹാവിംഗ് ആക്സസ് ടു ഫണ്ട് ഇൻ ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് വേരിയസ് ഇന്റർനാഷണൽ സോഴ്സ് ഫ്രം വേർ ഫണ്ട് ക്യാൻ ബി ജനറേറ്റഡ്. ഓക്കെ, അപ്പം ഇന്റർനാഷണൽ ഫിനാൻസിങ്ങും ഈ ഒരു ഭാഗത്തിൽ നിന്ന്, ഈ ഭാഗം അധികം ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചിട്ട് പോവുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക. അപ്പം എങ്ങാനും വരുവാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇന്ത്യൻ കമ്പനീസ് ഹാവ് ആൻ ആക്സസ് ടു ഫണ്ട് ഇൻ ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വേരിയസ് ഇന്റർനാഷണൽ സോഴ്സ് വേർ ഫണ്ട് മേ ബി ജനറേറ്റഡ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്ന്, ഇന്റർനാഷണൽ ഏജൻസീസ് ഉണ്ട്, IFC എന്നൊക്കെ പറയും. പിന്നെ അതിൻ്റെ ഓരോ പേർപ്പസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പം ഇത്രയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യം കുറച്ചും കൂടെ എംഫസൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, പിന്നെ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ ഒരു 2 പോയിന്റ്സിൽ ഒതുക്കേണ്ട കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പഠിക്കുക. എനിക്കറിയാം തിയറിയാണ്, ഒത്തിരി വായിക്കാനും ഒത്തിരി ഓർത്തിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്, ഇപ്പം ആദ്യം ഞാൻ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ തലയിൽ ഇരുത്തണം. കാരണം അതൊക്കെയാണ് മെയിൻലി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അവസാനത്തെ ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പക്ഷേ സ്കിപ്പ് അടിക്കരുത്, പക്ഷെ അറിഞ്ഞിരിക്കണം. എവിടുന്ന് വന്നാലും അത് എഴുതാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.